ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കനാണ്. അപ്പോൾ അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ ചെറിയ ഉള്ളി, വറ്റൽമുളക് പൊടിച്ചത്, ചിക്കൻ, ഇത്രയും ഐറ്റംസ് മാത്രം മതി. അപ്പം ചെറിയ ഉള്ളി ആദ്യം ചതയ്ക്കണം. നമ്മുടെ കല്ലേലിട്ട് തന്നെ വേണം ചതയ്ക്കാൻ, മിക്സിക്കകത്തിട്ടൊന്നും ചതയ്ക്കരുത്. കല്ലേലിട്ട് ചതച്ച ചെറിയ ഉള്ളി, എന്നിട്ട് നമ്മളിപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണേ. അപ്പം ഏറ്റവും നല്ലത് ചട്ടി വെച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ചട്ടിയിലുണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും കുറച്ചധികം ചിക്കൻ ഉള്ളത് കൊണ്ട് അതിനകത്ത് കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വലിയ ഉരുളിക്കകത്താണ് എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യമേ ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ ചതച്ച് വെച്ച ഉള്ളി അതിനകത്തോട്ടിട്ട് ഒന്ന് കളറ് മാറി വരുന്നിടം വരെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളറ് ഒരു ഈ ഉള്ളിയുടെ കളറൊന്ന് മാറി ഒരു ബ്രൗൺ കളറിൽ വരുമ്പോൾ വേണം നമ്മൾ വറ്റൽമുളക് ചതച്ചത് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉള്ളിയുടെ കളറ് മാറി വരുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനിപ്പോൾ ഒരു 2.5 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇപ്പം 2 സ്പൂൺ ഇടുന്നുള്ളൂ. പിന്നീട് ഞാൻ ഒരു 1/2 സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഈ വീഡിയോയിലില്ല കേട്ടോ. എന്നിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ചെറുതായിട്ടൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വറ്റൽമുളക് പൊടിച്ചത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 3 മിനിറ്റോളം ഇത് മിക്സ് ചെയ്താൽ മതി. ഇത് ചേർന്ന് കിട്ടിക്കോളും. ഒരു 3 മിനിറ്റോളം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഈ ഉള്ളിയും വറ്റൽമുളകും കൂടെ ഒരു കുഴഞ്ഞ പരുവത്തിലിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ചിക്കനകത്തോട്ട് ചേർക്കേണ്ടത്. അപ്പം ആ ഒരു പരുവം ആകുന്നിടം വരെ നമ്മളിത് സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അതെന്തായാലും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടുന്ന കാര്യം നോക്കാം. നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചിക്കനും ഈ ഒരു അരപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചെറിയ ഉള്ളിയും വറ്റൽമുളകും ചിക്കനും ഇത് മാത്രം മതി. ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് അയ്യേ മസാലപ്പൊടി ഇടാത്ത എന്ത് കറിയാണെന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനല്ല. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ചിക്കനുമായിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലായ്പ്പോഴും ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറിയാണ് വെക്കുന്നത്. മസാലപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ടിട്ട് കറി തന്നെയാണ് വെക്കുന്നത്. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഞാൻ ഉറപ്പ് തരുന്നു, ഒരു പ്രാവശ്യം നിങ്ങൾ ഈ രീതിയിലൊന്ന് ചിക്കൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെപ്പോൾ ചിക്കൻ കിട്ടിയാലും ഈ രീതിയിൽ തന്നെ വെക്കുകയുള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പെടുത്ത് ഇത് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് പാകം ചെയ്തെടുക്കാൻ. പക്ഷെ അത് ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. എന്നിട്ട് ബാക്കി കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, ആ പാത്രവും കൂടെ ഞാനൊന്ന് കഴുകി വെക്കുവാണേ. ഇപ്പം ചിക്കനകത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ചിക്കനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ഒന്നിതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കൂടുതൽ വെള്ളം ഇറങ്ങി ഈ ചിക്കനൊപ്പം വെള്ളമായി ഈ വെള്ളം ഫുള്ള് പറ്റണം. നമുക്ക് കുറച്ച് ക്ഷമ വേണം ഇത് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഏകദേശം റെഡിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല വരട്ടിയെടുത്തതുപോലെ ഇരിക്കും. ഇത് ഇരിക്കും തോറുമാണ് ഇതിൻ്റെ സ്വാദ് കൂടുന്നത്. അപ്പോൾ
അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.